ചെയ്തു നല്ല നിലയിൽ പുതുവർഷത്തെ വരവേൽക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബിസ്മി എഴുതി വച്ചവർക്കും ബിസ്മി പതിവാക്കി വരുന്നവർക്കും ഒരുപാട് ഗുണഫല നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അത്രയ്ക്കും ഫലം നിറഞ്ഞതാണ് പരിശുദ്ധ ബിസ്മി. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ബിസ്മി അവതരിച്ചപ്പോൾ പർവ്വതങ്ങൾ വിറച്ചുപോയി. അന്നേരം മലക്കുകൾ വിളിച്ചു പറഞ്ഞു, ബിസ്മി ഉരുവിട്ടാൽ പിന്നെ അയാൾ നരകത്തിൽ പ്രവേശിക്കില്ല. ബിസ്മിയെ നിത്യം ഓതുന്നവർക്ക് ദുഃഖം, വിഷമം, വിപത്ത് മുതലായവ ഒരിക്കലും അവനെ അലട്ടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ബിസ്മിയെ അധികമായി ഓതുന്നവന്റെ വരുമാനം, സമ്പത്ത് വർദ്ധിക്കും, ബറക്കത്ത് കൂടുകയും ചെയ്യും. നബി തങ്ങൾ പറഞ്ഞു, ബിസ്മി ചൊല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഐശ്വര്യമില്ലാത്തതായി ഭവിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മുഹറം ആദ്യ ദിവസം ബിസ്മി 113 തവണ എഴുതാൻ മറന്നു പോകരുത്. എഴുതുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ വുളൂ ചെയ്യുക, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനു ശേഷം എഴുതുക. എഴുതി തീരുവോളം ആരോട് ഒന്നും സംസാരിക്കാതിരിക്കുക. എഴുതാൻ തുടങ്ങുമ്പോൾ നിയ്യത്തുകൾ മനസ്സിൽ കരുതുക. കാവലും സംരക്ഷണവും ബറക്കത്തും ഖൈറുകളും എല്ലാം ഉദ്ദേശിച്ചു എഴുതുക. കറുത്ത മഷിയാണ് എഴുതാൻ ഏറ്റവും നല്ലത്, നിർബന്ധം ഇല്ല. രാത്രിയേക്കാളും പകൽ എഴുതലാണ് നല്ലത്. സുബ്ഹിയുടെ ശേഷം ളുഹ്റിന് മുമ്പായി എഴുതലാണ് ഏറ്റവും അത്യുത്തമം. മറ്റു സമയങ്ങളിലും എഴുതാം, വിരോധമില്ല. മുഹറം 1 ഇനി എഴുതാൻ പറ്റാത്തവർക്ക് 113 തവണ ബിസ്മി വിടാനെങ്കിലും നാം ശ്രദ്ധിക്കണം.